ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പിന്നെയും നിങ്ങളുടെ മധ്യത്തിലായിട്ടാണ് കർത്താവ് ഒരവസരം കൂടെ തന്നതിൽ സന്തോഷിക്കുന്നു. ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നാണ്. അത് മുഴുവൻ ഇപ്പോൾ സംസാരിച്ച് തീർക്കാൻ പറ്റുകയില്ല. ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിലും അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന നിലയിൽ ചില ചിന്തകൾ 2 പത്രോസ് 1-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഞാൻ പ്രാരംഭമായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 പത്രോസ് 1-ാം അധ്യായം 9-ാം വാക്യം, 2 Peter chapter 1 verse 9. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. 3 കാര്യങ്ങളാണ് ഈ 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് ഒന്ന് കുരുടനാണ്, മറ്റൊന്ന് വളരെ ചെറിയ നിലയിൽ കാഴ്ചയുള്ളവൻ, ഹ്രസ്വദൃഷ്ടിയാണ്, ഷോർട്ട് സൈറ്റ്. മറ്റൊന്ന് ദൈവം നൽകിയ പാപക്ഷമ അല്ലെങ്കിൽ അതിൻ്റെ ശുദ്ധീകരണം, അതിനെ മറന്നവരും തന്നെ എന്നാണ് ഇവിടെ പത്രോസ് എഴുതിയിരിക്കുന്നത്. ഈ 9-ാം വാക്യത്തിൻ്റെ കൺക്ലൂഷൻ എനിക്ക് കേൾക്കണമെങ്കിൽ വൈകിട്ട് ബൈബിൾ ക്ലാസ് വന്നാലേ കിട്ടത്തുള്ളൂ. ഞാൻ ഈ ഭാഗം അതിൻ്റെ കോണ്ടെക്സ്റ്റിലോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എങ്ങനെയുള്ള റീഡേഴ്സാണ് അല്ലെങ്കിൽ വായനക്കാരാണ് പത്രോസിൻ്റെ വായനക്കാരെന്നുള്ളത് മനസ്സിലാക്കിയാലേ ആ 9-ാമത്തെ വാക്യം നമുക്ക് മനസ്സിലാകുകയുള്ളൂ ശരിയായ നിലയിൽ. നമുക്കറിയാം, വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്കാണ് പത്രോസ് ഈ ലേഖനം എഴുതിയത്. 2 ലേഖനങ്ങളാണ് പത്രോസ് എഴുതിയത്. അത് പത്രോസ് തന്നെ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. എൻ്റെ 2 ലേഖനങ്ങളാലും എന്ന് പത്രോസ് പറയുന്നു. ദുരുപദേഷ്ടാക്കന്മാർ അന്ത്യസമയങ്ങൾ കടന്നു വരികയും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ദൈവജനത്തിന് സംശയം ജനിപ്പിക്കുകയും വാഗ്ദത്തം ചെയ്ത കർത്താവിൻ്റെ പ്രത്യക്ഷത എവിടെയെന്ന് ചോദിച്ച് വിശ്വാസികളെ അവരുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കുവാൻ ശ്രമിക്കും എന്നുള്ള ഒരു വലിയ പ്രബോധനവും മുന്നറിയിപ്പും പത്രോസ് ഈ ലേഖനത്തിൽ കൂടെ തരുന്നു. ഇതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് 2-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തു കൊള്ളണമെന്ന് ഈ ലേഖനം 2-നാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. ഇപ്പോൾ പത്രോസ് ഈ ലേഖനങ്ങൾ എഴുതിയതിൻ്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം പത്രോസോടെ പറഞ്ഞിട്ടുണ്ട്. ദൈവജനം ഓർത്ത് നിർത്തേണ്ട അല്ലെങ്കിൽ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, അതിനെ വീണ്ടും തൻ്റെ ലേഖനത്തിൽ കൂടെ അവരെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ലേഖനത്തിൽ കൂടെ പത്രോസ് ശ്രമിക്കുന്നത്. കാലപ്പഴക്കത്തിൽ ചിലപ്പോൾ അത് മറന്നു പോകുവാനുള്ള സാധ്യതയുണ്ട്. വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളൊക്കെ നേരിടുമ്പോൾ ദൈവം അവരോട് ഇടപെട്ടതും ദൈവം അവർക്ക് ചെയ്തതായിരിക്കുന്ന നന്മകളും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലൊക്കെ സംശയം ഉണ്ടാകാവുന്ന സാധ്യതയുണ്ട്. കാരണം ദുരുപദേഷ്ടാക്കന്മാർ അവരുടെ മധ്യത്തിൽ കടന്നു വന്ന് അങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ നടത്തുകയും സംശയങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാക്കുകയും ചെയ്യും. ഇത് ആ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഇന്ന് തന്നെ നിലവിലുള്ള ദൈവവചനം അറിയുന്ന, പഠിക്കുന്ന നമ്മുടെയൊക്കെ ഹൃദയത്തിൽ തന്നെ എത്രയോ പ്രാവശ്യം ഒരുപക്ഷെ ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഏതാണ്ട് 2000 ചില്ലറ വർഷങ്ങളായി കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഇന്ന് വരും, ഇപ്പോൾ വരും എന്ന് പ്രസംഗിച്ച് നമ്മളിങ്ങനെ പോകുന്നു. പലപ്പോഴും
വിശ്വാസികളായിരിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ ഇതൊക്കെ വാസ്തവമാണോ, ഇതൊക്കെ സത്യമാണോ, ഇതൊക്കെ നടക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും നമ്മുടെയൊക്കെ തന്നെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. ഇത് അഡ്വാൻസ് ആയിട്ട് ദൈവാത്മാവ് പറഞ്ഞിരിക്കുകയാണ് എക്കാലത്തേക്കുമുള്ളതായിരിക്കുന്ന ദൈവമക്കൾക്ക് മുന്നറിയിപ്പാണ്. അപ്പോൾ ഈ ലേഖനം രണ്ടും പത്രോസ് എഴുതുമ്പോൾ ഈ ലേഖനത്തിന്റെ ഫസ്റ്റ് റീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ലേഖനം വായിക്കുന്ന ആളുകൾ, അത് നമ്മളല്ല, അത് തന്റെ മുൻപാകെ അന്ന് നിലവിലുള്ളതായിരിക്കുന്ന വിശ്വാസികളാണ്. അവരോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നാം വായിച്ച 9-ാം വാക്യം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് ചിന്തിച്ച് അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. പത്രോസ് ഇവിടെ പറയുമ്പോൾ 2-3 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാമെന്ന് ആഗ്രഹിക്കുകയാണ്. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ തൻ്റെ മുൻപിലുള്ളതായിരിക്കുന്ന ഈ ലേഖനം വായിക്കുന്ന റീഡേഴ്സ് എന്ന് പറയുന്നത് പത്രോസ് പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ ദാസനും അപ്പസ്തോലനുമായ ശീമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അപ്പോൾ പത്രോസ് ആരെയാണോ അഡ്രസ് ചെയ്യുന്നത്, ആരെയാണോ ആദ്യമായിട്ട് തൻ്റെ മുൻപിൽ കണ്ട് ഈ ലേഖനം എഴുതുന്നത്, അവരെ കുറിച്ച് പത്രോസ് ഒന്നാമതായിട്ട് പറയുന്ന കാര്യം, പത്രോസിനും അല്ലെങ്കിൽ അപ്പോസ്തലന്മാർക്കും ലഭിച്ചതായിരിക്കുന്ന അതേ വിശ്വാസം ലഭിച്ചവരാണ് തൻ്റെ മുൻപാകെയുള്ള വിശ്വാസികൾ, അല്ലെങ്കിൽ ഈ ലേഖനം ആദ്യമായിട്ട് വായിക്കുന്നത്. ഞാനത് എടുത്തു പറയാൻ കാരണം, പത്രോസ് അങ്ങനെ എഴുതിയിരിക്കുകയാണ്. എടുത്തു പറയാനുള്ള കാരണം, പലപ്പോഴും അപ്പോസ്തലന്മാരുടെ ജീവിതവും സാധാരണ സഭയിലുള്ള വിശ്വാസികളുടെ ജീവിതവും നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, അപ്പോസ്തലന്മാർക്ക് എന്തോ പ്രത്യേകമായ ഒരു വിശ്വാസത്തിന്റെ അളവ് ലഭിച്ചവരെന്നുള്ളൊരു ചിന്ത കടന്നു. എന്നാൽ പത്രോസ് പറയുന്നത് അങ്ങനെയല്ല. പത്രോസ് പറയുന്നത് ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവരാണ് ആര്? എൻ്റെ ഈ ലേഖനം വായിക്കുന്ന എൻ്റെ മുൻപിലുള്ളതായിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പത്രോസ് അവരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്കെന്തോ ഒരു പ്രത്യേകമായിരിക്കുന്ന അധികാരമുണ്ട് എന്ന് ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കാൻ കഴിയുന്നതുമല്ല. കാരണം ഈ വിശ്വാസത്തെ കുറിച്ച് പത്രോസ് പറയുന്നത് ഇത് കൈമുതലായിട്ട് കൊണ്ടുവന്നതോ ജന്മസിദ്ധമായിട്ട് നമ്മിൽ ഉളവായതോ ഒന്നല്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. പത്രോസ് പറയുന്നത് ഈ വിശ്വാസം എങ്ങനെയാ ലഭ്യമായ വിശ്വാസമാണ്, ലഭിച്ച വിശ്വാസമാണ്. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തോട് നാം ചേർത്ത് ചിന്തിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. നാം വിശ്വാസികൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ തന്നെ ഒരു പ്രശംസയുണ്ട്, അതിൽ തന്നെ ഒരു അഭിമാനമുണ്ട്, ശരിയായ കാര്യമാണ്. എന്നാൽ ഈ വിശ്വാസി എന്നുള്ള പേരും നാം ഇന്ന് ആയിരിക്കുന്ന വിശ്വാസ തലവും നാം ഉൾക്കൊണ്ടിരിക്കുന്ന, നാം മുറുകെ പിടിച്ചിരിക്കുന്ന വിശ്വാസവും നമ്മുടെ ശ്രേഷ്ഠത കൊണ്ട് നമ്മിലുളവായ ഒന്നല്ല. മറിച്ച് പത്രോസ് പറയുന്നത് എന്താണ്? ഇത് ലഭിച്ച വിശ്വാസമാണ്. ഇത് ദൈവം നമുക്ക് നൽകിയ വിശ്വാസമാണ്. അതുകൊണ്ടാണ് പത്രോസ് ഇതിനെ വിലയേറിയ വിശ്വാസം എന്ന് വിളിക്കാനുള്ള കാരണം. ഇത് ദൈവത്തിലുള്ള വിശ്വാസമാണ്, ദൈവം നമ്മുടെ ഹൃദയത്തിൽ നൽകിയത് കൊണ്ട് ലഭിച്ചതാണ്. നമ്മൾ സാധാരണ സുവിശേഷമൊക്കെ പറയുമ്പോൾ നമ്മൾ ആളുകളോട് പറയും, നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം, രക്ഷിക്കപ്പെടണം, നിത്യജീവൻ ലഭിക്കും, അങ്ങനെ ദൈവത്തിൻ്റെതായിരിക്കുന്ന ഒരുപാട് നന്മകളും വാഗ്ദത്തങ്ങളും ഒക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയും. അതങ്ങനെ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുള്ളതാണ് അതിൻ്റെ വഴി. പക്ഷേ ഒരു ആള് സുവിശേഷം കേട്ട് ആ വ്യക്തി കർത്താവിൽ ആശ്രയിക്കണമെങ്കിൽ, വിശ്വസിക്കണമെങ്കിൽ ആ വിശ്വാസം തനിക്ക് ലഭിക്കണം. എവിടെ നിന്ന് ലഭിക്കണം? എവിടെ നിന്ന് ലഭിക്കണം? ദൈവത്തിൽ നിന്ന് ലഭിക്കണം. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, പിതാവിലേക്ക് വരാൻ പറ്റത്തില്ല. അപ്പൊ ആ പിതാവിന്റെ ആകർഷണത്തെയാണ് വേറൊരു ഭാഷയിൽ
പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരുവരോട് സുവിശേഷം പറയുമ്പോൾ ആ വ്യക്തി കർത്താവിൽ വിശ്വസിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ പിതാവിന്റെ ആകർഷണം ഉണ്ടാകണം. അഥവാ ദൈവം ആ വ്യക്തിയിലേക്ക് വിശ്വാസത്തെ പകർന്നു നൽകിയാൽ മാത്രമേ ആ വ്യക്തിക്ക് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഏറ്റുപറഞ്ഞ് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ഉദാഹരണം പറയാം. ഈ വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നെങ്കിലും അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ പൗലോസും തന്റെ കൂടെയുള്ളവരും ആരെങ്കിലുമൊക്കെ കാണുമെന്ന് വിചാരിച്ച് താൻ പോകുമ്പോൾ പുഴക്കടവിൽ കുറെ സ്ത്രീകളെ കണ്ടു അല്ലേ. അവിടെ നിന്ന് പൗലോസ് എല്ലാവരോടും ഒരുപോലെയാണ് സുവിശേഷം പറഞ്ഞത്. കാരണം ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ എല്ലാവർക്കുമായിട്ട് ദാനമായിട്ടുള്ളതാണ്. എന്നാൽ അവിടെ നാം വായിക്കുന്ന ഒരു വാക്യമുണ്ട്, ഒരു പദമുണ്ട്. ആ കൂട്ടത്തിൽ അനേക സ്ത്രീകളോടെ ഉണ്ടായിരുന്നു. ആ സ്ത്രീകളൊക്കെ സുവിശേഷം കേട്ടു. അവരോടൊക്കെ ഒരേ കാര്യമാണ് പൗലോസ് പറഞ്ഞതെങ്കിലും ഒരു സ്ത്രീ രക്ഷിക്കപ്പെട്ടു. ആരാ? യൂറോപ്പിലെ ആദ്യ വിശ്വാസി എന്ന് നാം ചരിത്രപരമായിട്ട് അറിയപ്പെടുന്ന ആ സഹോദരി. എന്താ പേര്? ലുദിയ. എങ്ങനെ രക്ഷിക്കപ്പെട്ടെ? എല്ലാവരും വചനം കേട്ടു അല്ലെ. എല്ലാവരോടും ഒരുമിച്ചാണ് പൗലോസ് സുവിശേഷം പറഞ്ഞത്. പക്ഷേ നമ്മൾ വായിക്കുന്നത് എന്താണ്? ലുദിയായുടെ ഹൃദയം ആര് തുറന്നു? കർത്താവ് തുറന്നു. മനസ്സിലായോ? അത്രയും ആളുകൾ സുവിശേഷം ഒരുപോലെ ഒരേ സന്ദേശം കേട്ടെങ്കിലും കർത്താവ് ഒരാളുടെ ഹൃദയമേ അവിടെ എന്ത് ചെയ്തുള്ളൂ? തുറന്നു. അതാണ് ഞാൻ ഈ പറഞ്ഞത്. കർത്താവ് ആ സ്ത്രീയുടെ ഹൃദയത്തിലേക്ക് വിശ്വാസം പകർന്നത് കൊണ്ടാണ് ലുദിയായിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചത്? കർത്താവിൽ വിശ്വസിച്ച് ഒരു വിശ്വാസിനിയായിട്ട് തീരാൻ കഴിഞ്ഞത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളോട് ചേർത്ത് ചിന്തിക്കുമ്പം ഇന്നും എത്രയോ കുടുംബാംഗങ്ങൾ, എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിലുള്ളതായിരിക്കുന്ന എൻ്റെ ചുറ്റുപാട് അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിനോട് ബന്ധപ്പെട്ടായിരിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും അവരെല്ലാം അന്ധതയിലാണ്. ഇന്നും അവരെല്ലാം ഈ സുവിശേഷത്തിൽ നിന്ന് ദൂരെയാണ്. അവരാരും കേൾക്കാഞ്ഞിട്ടല്ല, കേൾപ്പിക്കാഞ്ഞിട്ടല്ല, വിവിധ നിലകളിൽ കേട്ടവരാ. ദിവസങ്ങളോളം മാസങ്ങളോളം ഭവനത്തിൽ വന്ന് അവര് PMR ചാനലിൽ നിന്ന് ദൈവവചനം കേട്ടവരാണ്, ബൈബിൾ പഠിച്ചവരാണ്. ഇനി എന്റെ ഫാദറിന്റെ സ്നാന സമയത്ത് അവരെല്ലാം സാക്ഷികളായി നിന്നവരാണ്. അത് അനുകൂലമായിട്ടല്ല, പ്രതികൂലമായിട്ടാണ്. എങ്കിൽ പോലും അവരെല്ലാം ദൈവവചനം കേട്ടവരാ. പക്ഷേ അവരൊക്കെ ഇപ്പോഴും അവിശ്വാസത്തിൽ തന്നെയാണ്. അവരിൽ നല്ല പങ്കു. അപ്പൊ ദൈവം നമ്മളോട് കരുണ കാണിച്ചു. ആ സത്യം വിശ്വസിക്കുവാനായിട്ട് ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. നമ്മുടെ ഒക്കെ ജീവിതത്തോട് ചേർത്ത് ചിന്തിച്ചാൽ ഒരുപക്ഷെ ഈ സത്യം തിരിച്ചറിയാനായിട്ട് സാധിക്കും. നമ്മളുടെ ഒക്കെ കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകൾ കാണാം. അവരാരും സുവിശേഷം കേൾക്കാത്തത് കൊണ്ടല്ല, അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് അവരുടെ ഹൃദയം ആര് തുറന്നിട്ടില്ല? ദൈവം തുറന്നിട്ടില്ല. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഒന്നും നമുക്ക് ലഭ്യമല്ല. ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ളതായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പത്രോസ് ഇവിടെ പറയുന്നത്, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം ലഭിച്ച ഒരു കൂട്ടം ആളുകൾ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തീർച്ചയായിട്ടും ആ വിലയേറിയ വിശ്വാസം നമ്മുടെ കരങ്ങളിൽ, നമ്മുടെ ഹൃദയത്തിൽ ദൈവം നമുക്ക് തന്നു. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ഒരു വാക്യമുണ്ട്, നമുക്കൊന്ന് വായിക്കാം. ആ വാക്യം 1 കൊരിന്ത്യർ 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 6-7. 1 Corinthians chapter 4 verse 6 and 7. വായിച്ചോളൂ ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ. നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? പിന്നെ ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? കൊരിന്ത്യർ പൗലോസ് കൊരിന്ത്യരോട് ചോദിക്കുകയാണ് ചില പ്രത്യേക വിഷയങ്ങൾ എടുത്തിട്ട്. എന്നിട്ട് ആ ചോദ്യം എങ്ങനെയാണ്? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? എന്തെങ്കിലും ഉണ്ടെന്ന് പറയാനുണ്ടോ? നമുക്ക് വിശ്വാസം നമുക്ക് വിടാം.
ബൈബിള് മാറ്റിവെക്കാം, ആത്മീയ ജീവിതം മാറ്റിവെക്കാം, ഭൗതിക ജീവിതത്തിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാം. എൻ്റേതെന്ന് പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഉണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റും ഇത് എൻ്റേതാണ് പറയാനായിട്ട് പറയാം. പക്ഷേ അതും എന്താ? ലഭിച്ചതാണ്. നമ്മുടെ ശരീരത്തെ കുറിച്ച് മാത്രം ഒന്ന് ചിന്തിച്ചേ. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നീ എന്നെ അത്ഭുതകരമായിട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്, അല്ലേ? അതിശയകരമായിട്ട് നീ എന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന്റെ ഈച്ച് ആൻഡ് എവറി പാർട്സ്, ഓരോ ഭാഗങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മളായിട്ട് കൊണ്ടുവന്നതാണോ? നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തതാണോ? അല്ല. പിന്നെയോ? ദൈവത്തിന്റെ അത്ഭുതകരമായ സൃഷ്ടിയാണ് ഞാനും നിങ്ങളും. നമ്മുടെ ശരീരത്തിന്റെ ഓരോ പാർട്സിനെ കുറിച്ച് നാം ചിന്തിച്ചാലും ചില പാർട്സിന്റെയൊക്കെ പ്രവർത്തനം, അതിന്റെ രൂപങ്ങൾ നമ്മൾ എത്ര ചിന്തിച്ചാലും നമുക്കതിന്റെ ആ എൻ്റെ അന്തം മനസ്സിലാകത്തില്ല. ഇതെങ്ങനെ ഇങ്ങനെ കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത്. അത് മനസ്സിലാകാതിരുന്നു കഴിഞ്ഞപ്പോഴാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നീ എന്നെ അത്ഭുതമായിട്ട് അതിശയമായിട്ട് നീ എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യാണ്. ചില മേഖലകളൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. എത്ര ബയോളജി നാം പഠിച്ചാലും എത്ര സയൻസ് നാം പഠിച്ചാലും ചില ഭാഗങ്ങളൊന്നും നമുക്ക് മനസ്സിലാകുന്നതിനപ്പുറമാണ് അതിന്റെ പ്രവർത്തനം. അപ്പൊ നമ്മുടെ ശരീരത്തോട് മാത്രം നാം ചേർന്ന് ചിന്തിച്ചാൽ പോലും ഈ ചോദ്യം വളരെ പ്രാക്ടിക്കലാണ്. ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ഭൗതികമായിട്ട് അങ്ങനെയുള്ളൂ. ഇനി ആത്മീകമായിട്ട് നമ്മൾ ചിന്തിച്ചാലും, വിശ്വാസ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചാലും, കൃപാവരങ്ങളെ കുറിച്ച് ചിന്തിച്ചാലും, ശുശ്രൂഷകളെ കുറിച്ച് ചിന്തിച്ചാലും, സ്ഥാനമാനങ്ങളെ കുറിച്ച് ചിന്തിച്ചാലും, പ്രിയമുള്ളവരെ, പൗലോസിന്റെ അതേ ചോദ്യം ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മോട് ചോദിക്കാം. ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? അടുത്ത വാക്യം, ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ തിരുത്താൻ ആവശ്യം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും പറഞ്ഞു പോകുന്ന, ആവർത്തിക്കുന്ന കാര്യമാണ് ഇതെൻ്റേതാണ്, ഇതെൻ്റേതാണ്, ഇതെൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്, ഞാനാണ് അതിൻ്റെ ഉടമസ്ഥൻ, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, അല്ലേ? ഈ മനോഭാവത്തിൽ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് ഇടപെടാറുണ്ട്, സംസാരിക്കാറുണ്ട്. നമ്മുടെ പല പ്രവർത്തന മേഖലകളിലും നാം അങ്ങനെ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരുന്നവരാണ്. എന്നാൽ ഇന്ന് പലകാലം തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്ന കാര്യം, ആത്മീകമാകട്ടെ ഭൗതികമാകട്ടെ സാമ്പത്തികമാകട്ടെ ശാരീരികമാകട്ടെ, ഇവിടെ തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്ന കാര്യം, ലഭിച്ചതല്ലാതെ നമുക്കൊന്നുമില്ല. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് പ്രശംസിക്കുന്നവൻ എവിടെ പ്രശംസിക്കണം? 1 കൊരിന്ത്യർ 1-ാം വാക്യം, അതുകൊണ്ട് പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഒരു ദൈവ പൈതൽ വാസ്തവമായി സകല വിഷയത്തിനും ആർക്ക് മഹത്വം കൊടുക്കണം? കർത്താവിന് മഹത്വം കൊടുക്കണം. നമുക്കായിട്ട് പ്രശംസിക്കാനായിട്ട് ഒന്നും ഈ ലോകത്തിലില്ല പ്രിയമുള്ളത്, ഒന്നുമില്ല. നമ്മുടെ വിശ്വാസം, ഒരു വിശ്വാസി എന്നുള്ള പേര് പോലും പത്രോസ് പറയുന്നത് ഇത് നിങ്ങൾക്ക് ലഭിച്ചതാണ്, നൽകപ്പെട്ടതാണ്. അതുകൊണ്ടാണ് യൂദായുടെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്ന, യൂദ തന്റെ മുൻപിലുള്ളതായിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി ലേഖനം എഴുതുമ്പോൾ താൻ ഇങ്ങനെയാണ് പറയുന്നത്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസം. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസമാണ്, അത് അപ്പോയിന്റ് ചെയ്ത വിശ്വാസമാണ്. അപ്പൊ ഇന്ന് പകൽക്കാലം നാം കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴും നാം ദൈവത്തെ സ്തുതിക്കേണ്ടുന്ന, ദൈവത്തിന് നന്ദി പറയേണ്ടുന്ന മേഖല എന്ന് പറയുന്നത്, കർത്താവേ, എന്നെ ഒരു വിശ്വാസിയാക്കി തീർത്തതിനായിട്ട് ഞാൻ നിന്നെ സ്തുതിക്കും. എനിക്ക് ഹൃദയത്തിൽ നൽകിയ വിശ്വാസത്തിനായിട്ട് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. അത് വില കുറഞ്ഞ ഒരു വിശ്വാസമല്ല. ആ വിശ്വാസം പത്രോസിനേക്കാൾ കുറെ താഴെ പടിയിലുള്ള വിശ്വാസമല്ല. പത്രോസ് തന്നെ പറയാണ്,
എന്നെ പോലെ തന്നെ, ഞങ്ങളെ പോലെ തന്നെ വിലയേറിയ വിശ്വാസം ലഭിച്ചവരാണ് നിങ്ങൾ. ആ ഒരു ഉയർന്ന സ്റ്റാൻഡേർഡ് നാം മനസ്സിലാക്കി മെയിൻറ്റെയിൻ ചെയ്യണം. പലപ്പോഴും നമുക്ക് വിശ്വാസികളെന്ന് പറയാൻ പോലും നാം ലജ്ജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതിന് വേറെ ആരുമല്ല ഉത്തരവാദി, നമ്മുടെ ജീവിത ശൈലി തന്നെയാണ്. നാം പാർക്കുന്ന, നാം ജീവിക്കുന്ന ചുറ്റുപാടുകളുടെ നടുവിൽ ഞാനൊരു വിശ്വാസിയാണ്, രക്ഷിക്കപ്പെട്ട ദൈവപൈതലാണ് എന്ന് വെളിപ്പെടുത്താൻ ഭയപ്പെടുന്ന, ലജ്ജിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്ക് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാം നമ്മെ തന്നെ തിരിച്ചറിയുക. ഇത്ര വലിയ വിശ്വാസം, ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചതായിരിക്കുന്ന വിശ്വാസം, അപ്പോസ്തലന്മാർക്ക് ദൈവം നൽകിയ അതേ വിശ്വാസം, അതേ അളവ്, അതേ ഉയർന്ന സ്റ്റാൻഡേർഡിലുള്ള വിശ്വാസം ധരിച്ചിരിക്കുന്നവരാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒന്നാമത്തെ കാര്യം, വിലയേറിയ വിശ്വാസം ലഭിച്ചതായിരിക്കുന്ന ആളുകളാണ് ഈ ലേഖനം ആദ്യമായിട്ട് വായിക്കുന്നത്. ഇനി ഞാൻ അതിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് വീണ്ടും അതേ വാക്യം തന്നെ നമുക്ക് വായിക്കാം. 2 പത്രോസ് 1:4 വാക്യം, രണ്ടാമത്തെ കാര്യം നമുക്കൊന്നുകൂടെ വായിക്കാം. ആ വാക്യം അറ്റ്ലീസ്റ്റ് ഇന്നത്തെ വയനേശ്വരുണ്ട്, ആ വാക്യമെങ്കിലും മനസ്സിലോട്ട് വരട്ടെ. 1:4 വാക്യം വീണ്ടും വായിക്കാം. അവയാൽ രണ്ടാമത് പത്രോസ് പറയാണ്, ഒന്ന് വിലയേറിയ വിശ്വാസം നൽകി, അത് ലഭിച്ച വിശ്വാസമാണ്. 2, ഈ വായിക്കുന്ന ആളുകളെ കുറിച്ച് പത്രോസ് പറയാണ്, ദൈവം വീണ്ടും ചില കാര്യങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്, നമുക്ക് നൽകിയിട്ടുണ്ട്. എന്താ നൽകിയേക്കുന്നേ? തൻ്റെ മഹത്വത്താലും വീര്യത്താലും അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. പത്രോസ് പറയാണ്, നിങ്ങൾ കുറഞ്ഞ ആളുകളല്ല. നിങ്ങൾ പീഡനങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. സുവിശേഷ നിമിത്തം നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, പലരും തടവിലാണ്. പക്ഷേ നിങ്ങൾ തിരിച്ചറിയേണ്ടതായിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ സാധാരണ ആളുകളല്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ലഭിച്ചതായിരിക്കുന്ന ജനമാണ്. നമ്മെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുക, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ നമുക്ക് സുവിശേഷത്തോട് ബന്ധപ്പെട്ട അധികം പ്രതികൂലങ്ങൾ ഇവിടെ ഇല്ലായിരിക്കാം, മറ്റനേക വിഷയങ്ങൾ നമുക്കുണ്ടല്ലോ. ഇന്ന് ഏതൊരു കുടുംബത്തിലേക്ക് നാം ചെന്നാലും എന്തെങ്കിലുമൊക്കെയുള്ള മാനസികമായ സംഘർഷങ്ങൾ ആ കുടുംബങ്ങളിലുണ്ട്. നമ്മൾ പക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ അവരൊക്കെ നല്ലതാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. നമ്മൾ സാധാരണ പറയുന്ന പോലെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ വിശ്വാസികളുടെ കുടുംബങ്ങളിലേക്ക് നാം ചെല്ലുമ്പോൾ ചിലർക്ക് രോഗമുണ്ടാകാം, ചിലർക്ക് മക്കളെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, ചിലർക്ക് സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാകാം, ചിലർക്ക് കുടുംബജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അങ്ങനെ ഏതെങ്കിലും നിലയിലൊക്കെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണമാണ്. അല്ലാണ്ട് ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞൊരു ജീവിതം നമ്മൾ പ്രതീക്ഷിക്കേണ്ട, അത് സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളുടെ ഒക്കെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ. ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം വരെ വാഗ്ദത്തങ്ങളാൽ നിറയപ്പെട്ട പുസ്തകങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. 66 പുസ്തകങ്ങളിൽ ദൈവത്തിന്റെ അസംഖ്യമായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ദൈവം തന്റെ ജനത്തിന് നൽകിയിട്ടുണ്ട്. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും ദൈവം നൽകിയിരിക്കുന്ന ആ വാഗ്ദത്തങ്ങളെ വായിച്ച് മനസ്സിലാക്കി അതിൽ ധൈര്യം പ്രാപിക്കുവാനായിട്ട് നാം എന്ത് ചെയ്യുന്നു? പരാജയപ്പെട്ടു പോകുന്നു. പലപ്പോഴും നമ്മൾ ഈ ഞായറാഴ്ചത്തെ മെസ്സേജ് കൊണ്ട് തൃപ്തിപ്പെടുന്നു, അല്ലെങ്കിൽ ബുധനാഴ്ചത്തെ ഒരു മെസ്സേജ് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് അനേകം ആളുകൾ. വളരെ ചുരുക്കം വിശ്വാസികളാണ് ദൈവവചനം റെഗുലറായിട്ട്
ഇത് എനിക്ക് നൽകിയിരിക്കുന്നതാണ്. ഇത് പ്രസംഗിച്ചാലും പഠിപ്പിച്ചാലും ശുശ്രൂഷിച്ചാലും ഇല്ലെങ്കിലും ഇതെന്റെ അനുദിന ജീവിതത്തിലെ ആഹാരമാണ്. ഇതിലെ വാഗ്ദത്തങ്ങൾ എനിക്ക് വേണ്ടിയുള്ളതാണ്. എൻ്റെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയൊക്കെ നടുവിൽ കർത്താവിനെ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാനായിട്ടാണ് ദൈവം ഈ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ വാഗ്ദത്തങ്ങളെ തിരയുന്ന വിശ്വാസികൾ വളരെ കുറവാണ്. അങ്ങനെയുള്ള വിശ്വാസികൾ ആത്മീയ ജീവിതത്തിലും പുറകിലാണ്. അവരുടെ പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ അവർ ക്ഷീണിതരാണ്, വിശ്വാസത്തെ ത്യജിക്കുന്നവരാണ്. ഇവിടെ ഈ പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയതുപോലെ കർത്താവിന്റെ വാഗ്ദത്തം, അവന്റെ പ്രത്യക്ഷത, ഇതൊക്കെ എന്ന് സംഭവിക്കും, ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതായിരിക്കുന്ന അവിശ്വാസത്തിൽ ജീവിക്കുന്ന വിശ്വാസികളാണ്. എന്നാൽ തിരുവെഴുത്ത് നാം റെഗുലറായിട്ട് വായിക്കുകയും അതിലെ സത്യങ്ങളെ ഗ്രഹിക്കുകയും വാഗ്ദത്തങ്ങളെ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും നാം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നമുക്ക് മുൻപോട്ട് പോകുവാനുള്ള ശക്തി ആ വാഗ്ദത്തങ്ങളിൽ കൂടെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 20 ആ ക്ലോക്ക് തെറ്റാകട്ടോ. എൻ്റെ ഈ ക്ലോക്കും ആ ക്ലോക്കും കറക്റ്റാണ്. ആ ക്ലോക്ക് ഇച്ചിരി മുന്നിലാണ്, ചിലരൊക്കെ സമയം നോക്കി തുടങ്ങിയിട്ടുണ്ട്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം നമുക്ക് വായിക്കാം. അതിലും കുറച്ച് തെറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. അവിടെ വായിക്കുന്നത് ഈ വാഗ്ദത്തങ്ങളെ നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ ക്വാളിറ്റിയാ. ആ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ദൈവം ആരാ? നാം പ്രത്യാശയുടെ സ്വീകാരം എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. മുറുകെ പിടിക്കണമെങ്കിൽ ആ പ്രത്യാശ നമുക്ക് ഉണ്ടാകണം. ആ പ്രത്യാശ നമുക്ക് എവിടുന്നാ ലഭ്യമാകുന്നേ? നമുക്ക് അതിനായിട്ട് പ്രത്യേകിച്ച് ഉരുട്ടി നമ്മുടെ വായിലേക്ക് തരാൻ പറ്റുന്ന ഗുളികകളൊന്നുമില്ല പ്രത്യാശയുടെ, അല്ലേ? പിന്നെ എവിടെ നമുക്ക് കിട്ടുന്നേ? ഈ തിരുവെഴുത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ ഈ തിരുവെഴുത്ത് വായിക്കും തോറും ഈ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയായിട്ട് വർദ്ധിക്കും. ആ പ്രത്യാശയെ നാം എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. എന്തുകൊണ്ട് മുറുകെ പിടിക്കണം? അതിനെ നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വാഗ്ദത്തങ്ങളെ നൽകിയിരിക്കുന്നവനാരാ? വിശ്വസ്തനാണ്. അവൻ പാഴ്വാക്ക് പറയുന്നവനല്ല. നിങ്ങളൊരു വാക്യം വായിക്കുക, 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. 2 തിമോത്തിയോസ് 2:13. നാം അവിശ്വസ്തരായി തീർന്നാലും അത് നമുക്ക് വലിയ ആശ്വാസമാണ്, അല്ലെ? വലിയ ആശ്വാസം. നമ്മൾ അതിലാണ് മുറുകെ പിടിച്ചേക്കുന്നത്. ഞങ്ങൾ അവിശ്വസ്തരാണേലും പിന്നെ ആരാണ്? കർത്താവ് വിശ്വസ്തനാണ്. അത് നമുക്ക് വലിയ ആശ്വാസം. അതുകൊണ്ട് വേദപുസ്തകം വായിച്ചില്ലേലും കുഴപ്പമില്ല, പ്രാർത്ഥിച്ചില്ലേലും കുഴപ്പമില്ല, ബൈബിൾ ക്ലാസ് വന്നില്ലേലും കുഴപ്പമില്ല, സുവിശേഷ പ്രവർത്തനം ചെയ്തില്ലേലും കുഴപ്പമില്ല. ബൈബിളിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ അവിശ്വസ്തരാണേലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ദൈവം എന്താ? അതല്ല അവിടുത്തെ ആശയം. ദൈവത്തിന്റെ ക്വാളിറ്റി അവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഭോഷ്ക് പറയാൻ കഴിവില്ലാത്ത പറഞ്ഞാൽ കഴിവില്ലെന്നല്ല, കഴിയാത്ത ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം എന്ത് ചെയ്യുന്നില്ല? ദൈവം ഭോഷ്ക് പറയുന്നവനല്ല. അവൻ തന്റെ വാഗ്ദത്തങ്ങളിലൊക്കെ വിശ്വസ്തനാണ്. ഒരുപാട് വാഗ്ദത്തങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് പലതും അറിയാവുന്നതാണ്. ആ വാഗ്ദത്തങ്ങളെ ഒക്കെ നാം എന്ത് ചെയ്യണം? എനിക്കായിട്ടുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഏറ്റെടുത്ത് ആ പ്രത്യാശയിൽ, ആ വാഗ്ദത്തം നൽകുന്ന പ്രത്യാശയിൽ ഞാൻ മുറുകെ പിടിക്കണം. സ്ഥിരതയോടുകൂടെ വിട്ടുകളയാതെ അതിനെ മുറുകെ പിടിച്ചു പോയാൽ മാത്രമേ പ്രതികൂല സാഹചര്യങ്ങളിൽ വിശ്വാസ ജീവിതം നയിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് പറയട്ടെ, ബാക്കിയൊക്കെ വൈകിട്ടത്തെ ബൈബിൾ ക്ലാസ്സിലുള്ളൂ. താല്പര്യമുള്ളവർക്ക് വരാം. മൂന്നാമത്തെ കാര്യം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഇനി പത്രോസ് അവിടെ പറയുകയാണ്, നമുക്ക് വിലയേറിയ വിശ്വാസം നൽകി, അതിമഹത്തായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നൽകി. എന്നിട്ട് പത്രോസ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുക. എന്താണ്? ഇനി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ എന്ത് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് എൻ്റെ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിലാകട്ടെ, പ്രത്യാശയുടെ കാര്യത്തിലാകട്ടെ, വിശ്വാസ ജീവിതത്തിലാകട്ടെ, ആത്മീകമാകട്ടെ, ഭൗതികമാകട്ടെ, ഏത് മേഖലയിലും എനിക്ക് മുൻപോട്ട് പോകാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ ആവശ്യമുണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയാത്ത നിലയിൽ എൻ്റെ ജീവനും
ഭക്തിക്കും വേണ്ടിയതൊക്കെയും എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവം ദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ദൈവത്തിന്റെ ദാനത്തെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും ദൈവമക്കൾ ശ്രമിക്കണം. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സന്തോഷകരമായിട്ട് നമുക്ക് മുൻപോട്ട് പോകുവാൻ ദൈവം അനുവദിക്കുന്ന അത്രയും ദിവസങ്ങൾ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുവാനുള്ളതെല്ലാം ദൈവം ദാനം ചെയ്തിരിക്കുകയാണ്. ഇനി ആ ദാനത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന, അംഗീകരിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് വന്നാൽ എത്ര വലിയ പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ആ പ്രതിസന്ധികളെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? തരണം ചെയ്യാൻ സാധിക്കും. അതാണ് പത്രോസ് തൻ്റെ വായനക്കാരോട് പറയുന്നത്. നിങ്ങൾ ഒരു വില കുറഞ്ഞ ആളുകളല്ല, സാധാരണക്കാരായിരിക്കുന്ന ആളുകളല്ല. പത്രോസ് പറയാണ്, ഞങ്ങളെ പോലെ തന്നെ, അപ്പസ്തോലന്മാരായിരിക്കുന്ന ഞങ്ങളെ പോലെ തന്നെ അതേ വിലയേറിയ വിശ്വാസം, ഒരല്പം പോലും, ഒരു പെർസെന്റേജ് പോലും കുറവില്ലാതെ അതേ വിശ്വാസം ലഭിച്ചവരാണ് നിങ്ങൾ. ഞങ്ങൾക്ക് എന്തെല്ലാം വാഗ്ദത്തങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭ്യമായോ ആ വാഗ്ദത്തങ്ങളെല്ലാം നിങ്ങൾക്കുണ്ട്. കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ, ഈ ലോക ജീവിതം ജീവിക്കുവാൻ, ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ ഞങ്ങൾക്ക് ദൈവം ദാനം ചെയ്തതുപോലെ അതേ അളവിൽ ദാനം ലഭ്യമായിരിക്കുന്ന ഒരു കൂട്ടമാണ് വീണ്ടെടുക്കപ്പെട്ടതായിരിക്കുന്ന ദൈവജനം. ഇത് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? ഇത് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതെയോ നാം അവിശ്വാസികളെക്കാൾ കഷ്ടമായി നമ്മുടെ പ്രയാസങ്ങളിലും വേദനകളിലും രോഗങ്ങളിലും കഷ്ടതകളിലുമൊക്കെ നിരാശരായിട്ട്, ദുഃഖിതരായിട്ട്, പിറുപിറുക്കുന്നവരായിട്ട്, മലാഖിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് എന്നെ മുഷിപ്പിക്കുന്നു എന്ന് ദൈവം പറയുന്ന അവസ്ഥയിലാണോ നമ്മുടെ വാക്കുകൾ, നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ? പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയല്ലാതെ നിവൃത്തിയില്ല. നാം സാധാരണക്കാരല്ല. പത്രോസ് 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്, നാം വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ്. ആ വീണ്ടെടുപ്പ് എങ്ങനെയല്ല നടന്നത്, എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങളുടെ വീണ്ടെടുപ്പ് നടന്നതെന്ന് പത്രോസ് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്, നിങ്ങൾ സാധാരണക്കാരല്ല, നിങ്ങൾ വിലയേറിയ വിശ്വാസം ലഭ്യമായവരാണ്, അതിമഹത്തായ വാഗ്ദത്തങ്ങൾ ലഭ്യമായവരാണ്, ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ ദൈവം നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കൂട്ടമാണ് നിങ്ങൾ. ഇനി ഇതെന്തിന് ദൈവം നൽകിയെന്നുള്ളത് താഴെ വിവരിക്കുന്നുണ്ട്. അതിപ്പം പറയാനുള്ള സമയമില്ല, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറുടെ സമയം അനുവദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കേൾക്കാം. അത് ബാക്കി കേൾക്കണം താല്പര്യമുള്ളവർ വൈകിട്ട് വരിക. അതും മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് ഈ 9-ാം വാക്യം വാസ്തവത്തിൽ എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. കർത്താവ് നമ്മളെ സഹായിക്കും. മിനിമം 3 കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കുക. അപ്പസ്തോലന്മാരെ പോലെ തന്നെ, 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളെ പോലെ തന്നെ അതേ വിലയേറിയ വിശ്വാസം ലഭ്യമായിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അതിമഹത്തായ വാഗ്ദത്തങ്ങൾ ലഭ്യമായവരാണ്. ആ വാഗ്ദത്തങ്ങൾ ഒന്നും ഭോഷ്കല്ല, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. നാം അവന്റെ പാതയിൽ പലപ്പോഴും അവിശ്വസ്തരാണെങ്കിലും നാം അവനോട് ചെയ്ത വാഗ്ദത്തങ്ങൾ, ഞാൻ ഇങ്ങനെ പറയട്ടെ, നാം അവനോട് ചെയ്ത വാഗ്ദത്തങ്ങളിൽ പലപ്പോഴും നാം അവിശ്വസ്തരാണ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെന്താ വാഗ്ദത്തം ചെയ്തേക്കുന്നേ? കർത്താവിന്റെ വേല ചെയ്യാം, അല്ലേ? ദൈവസഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂട്ടായ്മ കാണിക്കാം, ദൈവദാസന്മാരെ കരുതാം. ഇതൊന്നും നമ്മൾ പക്ഷെ പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും ഹൃദയത്തിൽ എത്രയോ പ്രാവശ്യം ഈ തീരുമാനങ്ങളൊക്കെ ചെയ്തവരാ നാം, അല്ലേ? എത്രയോ പ്രാവശ്യം നാം ഇതൊക്കെ ഹൃദയത്തിൽ വചനം കേട്ടപ്പോൾ ഇമോഷണലായിട്ട്, എന്താ പറയാ, വൈകാരികമായിട്ട് തീരുമാനിച്ചവരാണ്. ആ വാഗ്ദത്തങ്ങളിലൊക്കെ നാം പലപ്പോഴും എന്താ? അവിശ്വസ്തരാണ്. എന്നിട്ടും ദൈവം വിശ്വസ്തയോടെ പരിപാലിക്കുകയാണ്. നമുക്ക് ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ നൽകിയിരിക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ആ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കി നമ്മുടെ വിശ്വാസ ജീവിതം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, സൂക്ഷിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.